ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ ദിവസമായിട്ട് ഞാൻ ഒരാളെ പൊതിഞ്ഞ് കെട്ടി വെച്ചിരിക്കുകയായിരുന്നു. ആ ആളെ നമുക്കൊന്ന് ഉണിഞ്ഞു നോക്കാം ഇന്ന്. ഗൈസ്, ഇതാണ് നമ്മുടെ ആൾ. നമ്മൾ മൂടി പൊതിഞ്ഞ് കെട്ടി വെച്ചിരുന്ന ആൾ. സൂക്ഷിച്ച് കാക്ക കൊത്താതെ അണ്ണാൻ കടിക്കാതെയൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെച്ചിരുന്ന ആളാണിത്. അപ്പോൾ അതിൻ്റെ സമയമായി. അവൻ മഞ്ഞച്ച് കളർ വന്നു തുടങ്ങി. കണ്ടോ, പൊതിഞ്ഞ് കെട്ടി വെച്ചിരുന്ന ആൾ. നമുക്ക് പതുക്കെ ഒന്ന് മാറ്റി നോക്കാം. ഹായ്, നല്ല പഴുത്ത് നിൽക്കുന്നു. ഇന്ന് നമുക്കിവനെ ഒന്ന് പറിച്ചാലോ? ആദ്യമേ നമുക്ക് പുള്ളിയുടെ കുടിലൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പം ഞാൻ പതുക്കെ ഇവൻ്റെ കെട്ടഴിക്കാൻ പോവാണ്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. കുറച്ചേറെ ദിവസമായി ഇവനെ നമ്മൾ കെട്ടി വെച്ചിട്ട്. വൗ, ഇതാണ്ടേ ആള് റെഡി ആയി കഴിഞ്ഞു. കാക്ക കൊത്താതെ അണ്ണാൻ കടിക്കാതെ നമ്മൾ കാത്ത് വെച്ച സാധനം റെഡി ടു ഈറ്റ് ആയി കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ ഞാൻ മുറിക്കാൻ പോവാണ്. നിറച്ച് മുള്ളാണ്, കയ്യെ കൊള്ളാതെ വേണം. യെസ്, we did it. ആദ്യമായിട്ട് കായ്ച്ച ഒരു പൈനാപ്പിളാണിത്. ഞങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടിയ പൈനാപ്പിളാണ്. ഇതിൻ്റെ മുകളിലത്തെ പോർഷൻ എടുത്ത് നടാൻ വേണ്ടി വെക്കാം. ഇതാണല്ലോ നമ്മൾ നടുന്ന പോർഷൻ. യെസ്, അപ്പോൾ ഇത് ഇപ്പം തന്നെ അങ്ങ് നട്ടേക്കാം. അപ്പോൾ എൻ്റെ ഈ പൈനാപ്പിളിൻ്റെ കുടുമി കൂടെ അങ്ങ് നട്ടുവയ്ക്കാൻ പോവാണ്. ഒരു കാര്യവും പിന്നത്തേക്ക് മാറ്റി വയ്ക്കുന്ന പരിപാടി എനിക്കില്ല. ഇപ്പം ചെയ്യുന്നത് ഇപ്പം തന്നെ ചെയ്തിരിക്കും. നാളെ നീളം എന്നുള്ള കാര്യം എൻ്റെ നിഘണ്ടുവിലില്ല. നടട്ടെ. വരുന്നേ. യെസ്, അങ്ങനെ നമ്മുടെ കുഞ്ഞൻ പൈനാപ്പിൾ ചെടിയെ നട്ടുവെച്ചു. പിന്നെ ഒരു കാര്യം പറയട്ടെ, എന്താണ് ഞാൻ വളം കൊടുത്തിരുന്നതെന്ന്? ബയോഗ്യാസിൽ നിന്ന് വരുന്ന സ്ലറി ഡൈലൂട്ട് ചെയ്ത് ആഴ്ച 2 പ്രാവശ്യം ഒഴിച്ചു കൊടുക്കും. അത് മാത്രമാണ് ഞാൻ ചെയ്ത വളം.